ശില്പയുടെ അഡ്മിഷൻ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഉക്രൈനിലായിരുന്നു. അവിടെ നിന്ന് വാറ് കാരണം പിന്നെ എന്ത് ചെയ്തു, തിരിച്ച് വീണ്ടും ജോർജിയയിലോട്ട് അക്കാക്കിയിലോട്ട് വന്നു അല്ലേ. ഇപ്പം 6ാമത്തെ വർഷം കഴിയാൻ പോവാണ്, ഗ്രാജുവേറ്റ് ആവാൻ പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ 6 വർഷം? കഴിഞ്ഞ 6 വർഷം കുറച്ച് ഡൗട്ട്ഫുൾ പീരീഡ് ആയിരുന്നു. കാരണം ഞങ്ങള് ഫസ്റ്റ് ചെന്നപ്പോഴത്തേനും അവിടെ യുക്രൈനിലായിരുന്നു, ടെർണോപ്പിൾ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പൊ അവിടെ ഏകദേശം ഒരു 3 വർഷം വരെ ഞങ്ങള് ക്ലാസ് ഓൺലൈനൊക്കെ ആയിട്ടായിരുന്നു പൊക്കോണ്ടിരുന്നത്. അപ്പോൾ സഡൻലി ഒരു വാർ വന്ന കാരണം ഞങ്ങൾ 4th ഇയർ തൊട്ട് ഇവിടെ അക്കാക്കിയിലാണ് പഠിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഒരു ഗുഡ് പീരീഡ് ആയിരുന്നു, ആഫ്റ്റർ ആൻഡ് ബിഫോർ നല്ലതായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് അക്കാക്കി? അക്കാക്കി ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണെന്ന് പറയാം. ഞങ്ങളുടെ ക്ലിനിക്കൽ സബ്ജക്ട്സ് തുടങ്ങിയ സമയം തൊട്ടാണ് ഞങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുത്തത്. അപ്പൊ അത്യാവശ്യം നല്ലൊരു എക്സ്പോഷറും എല്ലാം നല്ലതായിട്ട് കിട്ടി പോകുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാം നമുക്ക് വേണ്ടിയ സമയം കണ്ടെത്തി അവർ പഠിപ്പിക്കുന്നുണ്ട്. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. ഞങ്ങൾക്ക് മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാം ഒത്തിരി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഭയങ്കര സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആണ്. അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും അങ്ങനെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് റാഗിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. സ്റ്റുഡൻസ്, ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അവര് അങ്ങനെ വേറൊരു പിള്ളേരായിട്ട് ട്രീറ്റ് ഒന്നും ചെയ്യില്ല. ടീച്ചേഴ്സ് ആണെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് അവർക്ക് ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം ക്ലാസസിന്റെ ടൈമിങ്ങിലോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ ചിലപ്പോൾ ഈ ജോർജിയൻ സ്റ്റുഡൻസിന് കൊടുക്കുന്നതിനേക്കാൾ പ്രയോറിറ്റി കുറച്ച് നിങ്ങൾക്ക് കാണുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ? ടീച്ചേഴ്സിന്റെ ഇടയിൽ അങ്ങനത്തെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എബ്രോഡ് പോയി പഠിക്കുന്ന സമയത്ത് ചില സ്റ്റുഡൻസ് ഒക്കെ ഫേസ് ചെയ്യുന്ന തരത്തിലൊരു പ്രശ്നമാണ് ഈ ഫീസ് അടയ്ക്കുന്നതായിട്ട് ബന്ധപ്പെട്ടും. ചിലപ്പോൾ അടയ്ക്കുന്ന ഫീസ് ക്രെഡിറ്റ് ആവുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പല സ്റ്റുഡൻസും ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും കറപ്ഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും യൂണിവേഴ്സിറ്റിയിലുണ്ടോ? ഇത് ഞങ്ങളുടെ ഈ അക്കാക്കി എന്ന് പറയുന്നത് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആണ്. ഞങ്ങള് കൂടുതൽ ഇവിടുത്തെ കറൻസി അനുസരിച്ചാണ് ഞങ്ങൾ പേ ചെയ്യുന്നത്. അപ്പം ആ ഒരു എക്സ്ചേഞ്ച് റേറ്റിന് വരുന്ന ഒരു വ്യത്യാസം അല്ലാണ്ട് ഇവിടെ ഞങ്ങൾ പറയുന്ന ഫീസ് തന്നെയാണ് കറക്റ്റ് ഇവിടെ കോളേജിൽ റെസ്പോണ്ട് ആവാറുണ്ട്. അവർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഫീസ്. പിന്നെ ഞങ്ങള് ഇവിടെ കറക്റ്റ് അക്കാഡമിക് തുടങ്ങുമ്പോൾ ഫീസ് അടയ്ക്കണം എന്നില്ല. ഒരു സ്റ്റുഡന്റിന് ചിലപ്പം ചിലവർക്ക് എങ്ങനെയാണോ കൺവീനിയന്റ് ആയിട്ടുള്ളത് പോലെ നമുക്ക് ഫീസ് അടയ്ക്കണം. ഡെഡ് ലൈൻ അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ അഡ്മിനിസ്ട്രേഷനിൽ പോയി പറയാം അതുപോലെ ഞങ്ങൾക്ക് ഫീസ് ലോൺ ആണ്. ഒത്തിരി സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അത് ബാങ്ക് ത്രൂ കോളേജ് ഡയറക്റ്റ് ആയിട്ട് എന്നും അപ്ഡേറ്റഡ് ആണ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഞങ്ങള് ഒരു എക്സാമിന്റെ ഏകദേശം ഒരു 1 വീക്ക് ഒന്ന് അടച്ചാലും മതി ഫീസ് ഒക്കെ. സെമ്മിന്റെ എക്സാമിന് ഒരു 1 വീക്ക് മുമ്പ് അടച്ചാൽ പോലും എക്സാമിന് അവർ അലോ ചെയ്യും. അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ അലോ ചെയ്യാത്ത കാര്യം. അങ്ങനത്തെ പ്രശ്നങ്ങളോ ഭയങ്കര സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആണ്. സോ റിഗാർഡിങ് എങ്ങനെയുണ്ട് നിങ്ങളുടെ കുട്ടൈസ് എങ്ങനെയുണ്ട്? കുത്തീസി എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയ സിറ്റി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര നമുക്ക് എല്ലാ കാര്യങ്ങളും അഫോർഡബിൾ ആണ്. എല്ലാം കിട്ടുന്ന എല്ലാം റീച്ചബിൾ ആണ്. തിങ്സും എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. പിന്നെ ഞങ്ങളുടെ എന്ന് പറയുന്നത് 3rd ലാർജസ്റ്റ് സിറ്റി ആണ്. ടിബ്ലിസിയിൽ വരുന്ന ഈ ബത്തൂമി, ടിബ്ലിസി, കുത്തീസി അങ്ങനെ ഒരു മെയിൻ സിറ്റീസിൽ ഒന്നാണ് കുത്തീസി എന്ന് പറയുന്നത്. പീപ്പിൾ ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഞങ്ങൾ നൈറ്റ് ഒക്കെ ട്രാവൽ ചെയ്യാറുണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഭയങ്കര നല്ല മനുഷ്യരാണ്, ഭയങ്കര സ്വീറ്റ് ആണ്. എത്ര മണി വരെ നോർമലി ക്ലാസ് ഉണ്ടാവുന്നത്? മാക്സിമം എത്ര മണി വരെ ക്ലാസ് ഉണ്ടായിട്ട്? ഫസ്റ്റ് 3 ഇയേഴ്സ് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക്, ഞാൻ ഇവിടെ 4th ഇയർ തൊട്ടാണ് വന്നത്. അപ്പൊ ഫസ്റ്റ് 3 ഇയേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു 10 to 4 ആണ്, ചിലപ്പോൾ 5 ആവാനും ചാൻസ്. പിന്നെ അവർക്ക് പേഷ്യൻസ് ഒത്തിരി ഉണ്ട് ഇവിടെ ടീച്ചേഴ്സിനൊക്കെ. അപ്പൊ പേഷ്യൻസ് ആ ഒരു സമയം ഫ്രീ കിട്ടുന്ന സമയത്താണ് നമുക്ക് ക്ലാസ് എടുക്കുക. അപ്പൊ നമുക്ക് പേഷ്യൻസിനെയും കാണാൻ പറ്റും, ടീച്ചേഴ്സും ക്ലാസ് എടുക്കുന്നു. ഒരു 4, 5, 6, 7 ആ ഒരു 7 ആണ് മാക്സിമം ടൈം പോവാറ്. ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്? ബസ്സാണോ ക്യാബാണോ കൂടുതൽ യൂസ് ചെയ്യുന്നത്? ഞങ്ങള് ഒത്തിരി ഡിസ്റ്റൻസ് ക്ലൈമറ്റും കൂടെ നോക്കിയിട്ട് ഞങ്ങൾ കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ ഡിപെൻഡ് ചെയ്യുന്നതാണ്. എപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു രാവിലെ ഒരു 7 മണിക്ക് ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങും പബ്ലിക്. ഒരു നിയർലി ഒരു 9 ഒക്കെ ആകുമ്പോൾ ക്ലോസ് ആവും. അപ്പൊ ഇവിടെ കൂടുതലും 9. ഇപ്പൊ ക്യാബ് ഒക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു രാത്രി എത്ര മണി റിഗാർഡ്ലെസ് ഓഫ് ടൈം നമുക്ക് അതെങ്ങനെയാണ് യൂസ് ചെയ്യാം, നമുക്ക് കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് ജോർജിയയുടെ എൻറ്റയർ സിറ്റീസിന്റെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒരു അപ് ടു 10 o'clock വരെയുള്ളൂ. എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മള് ക്യാഷ് അല്ല, ഞങ്ങള് കാർഡാ യൂസ് ചെയ്യുന്നത്, ബാങ്കിലെ കാർഡാ യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റുഡൻസിന് വേണ്ടി മാത്രം സെപ്പറേറ്റ് സ്റ്റുഡന്റ് കാർഡ് അവർ തരുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക്
കോളേജിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് സ്റ്റുഡന്റ് കാർഡ് കിട്ടുക. അപ്പൊ ഞങ്ങള് പബ്ലിക് പോകുമ്പോൾ നമ്മൾ അവിടെ ഒരു മെഷീൻ ഉണ്ട്, മെഷീൻ നമ്മൾ കാർഡ് ടാപ്പ് ചെയ്യുമ്പോൾ അവർ അതിൽ നിന്നുള്ള ഒരു എമൗണ്ട് എടുക്കും. ഒരു നിയർലി ഒരു 30 ടെട്രി ആണ് ഞങ്ങൾക്ക് എടുക്കുന്നത്. ഇപ്പൊ ഒരു 30 ടെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ഒരു 10 റുപ്യ അല്ലേ? അപ്പൊ മാക്സിമം ഒരു 30 രൂപ പെർ ഡേ നമ്മുടെ ട്രാവല് ബാക്കിയുള്ള കാര്യം. അപ്പം ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് ഒരു 700-750 റുപ്യ നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നുണ്ട്. ഇതിന് വൺസ് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സിറ്റി ഫുള്ളും കറങ്ങാം. അങ്ങനെയാണ് നമുക്ക് ഡിസ്റ്റൻസ് അങ്ങനെ സിറ്റി ഫുള്ളും നമുക്ക് ഒരു ഒറ്റ പഞ്ചിൽ പോവാം. ആ ബസ് എവിടെയൊക്കെ പോവാണെങ്കിൽ വൺസ് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലായി. അപ്പം മാക്സിമം ഒരു തവണ 2 തവണ പഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ. സോ പിന്നെ ഒക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്രയും നമ്മൾ ചെയ്യുന്നുണ്ടോ ഓരോ സ്റ്റോപ്പിൽ കയറാറൊക്കെ ഉണ്ട്. മനസ്സിലായി. പിന്നെ ബാക്കിയുള്ള എക്സ്പെൻസ് എങ്ങനെയൊക്കെയാണ്? നിങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് എത്രയുണ്ട്? ഞങ്ങളിപ്പോ 3 പേര് ഷെയർ ചെയ്തൊരു അപ്പാർട്ട്മെന്റ് ആണ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾക്കൊരു നിയർലി ഒരു $300 ഒക്കെയാണ് ഇങ്ങനെ മന്ത്ലി റെന്റ് വരുന്നത്. അപ്പൊ നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസ് ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു $100 ഒക്കെയാണ് മന്ത്ലി വരുന്നത്. പിന്നെ ലീവിംഗ് കോസ്റ്റ് ഓരോരുത്തരനുസരിച്ച് വേരി ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് അഫോർഡ് ചെയ്യാം. പക്ഷെ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് അല്ല, തിങ്സ് ഒന്നും എക്സ്പെൻസീവ് അല്ല. അപ്പം അപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ $300. അപ്പൊ ഒരാൾക്ക് $100 വരുന്നുണ്ട്. $100 പ്ലസ് ബാക്കി കറണ്ട് ചാർജ് ഒക്കെ എങ്ങനെയുണ്ട്? കറണ്ട് ചാർജ് ഒത്തിരി ഒന്നും ഇവിടെ ഇങ്ങനെ പിടിക്കുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതനുസരിച്ച് ലെസ് എമൗണ്ട് ആണ് വരുന്നത്. പിന്നെ ഗ്യാസ് ബില്ലാണ് ഇച്ചിരി കൂടുതൽ വരിക. പിന്നെ ഈ വാട്ടർ ബില്ലും ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ അഫോർഡബിൾ ആണ്. എന്നാലും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരാൾക്ക് എത്ര വരാറുണ്ട് നാട്ടില് ഏകദേശം? നാട്ടിലൊരു നമുക്കൊരു 10K $10,000 റുപ്പീസിനുള്ളിൽ നമുക്ക് എല്ലാം കൂടെ ഒതുക്കാൻ പറ്റും, ഇൻക്ലൂഡിംഗ് യൂട്ടിലിറ്റി. അതായത് ഇപ്പം $100 എന്ന് പറയുമ്പോൾ 8,600. ബാക്കിയുള്ള യൂട്ടിലിറ്റീസ് എല്ലാം കൂടെ ചേർത്ത് 1,500 റുപ്യ വരുന്നുള്ളൂ. പിന്നെ ഫുഡിന് എക്സ്പെൻസിനൊക്കെ ഒരു 3K വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. മനസ്സിലായി. 3K 2K വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും. വെജിറ്റേറിയൻ ഒക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് പോകാൻ പറ്റും. നോൺ വെജ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 3K അങ്ങനെയൊക്കെ പോകാൻ. മനസ്സിലായി. സോ ഈ ബില്ലൊക്കെ അടയ്ക്കാനായിട്ട്, യൂട്ടിലിറ്റി ബില്ല് അടയ്ക്കാനായിട്ട് എന്തെങ്കിലും ഓൺലൈൻ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഡയറക്റ്റ് പോയി അടയ്ക്കണം എങ്ങനെയാണ്? ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്ന 2 ബാങ്ക് ഉണ്ട്. BOG എന്ന് പറഞ്ഞു TBC 2 ബാങ്കുകളുണ്ട്. അപ്പൊ ഞങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് TBC ബാങ്ക് ആണ്. ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് ഉണ്ട്. അപ്പൊ മൊബൈൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ കൺസ്യൂമർ കെയർ നമ്പർ ഉണ്ടല്ലോ, അത് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അത് നമ്മൾ നമ്മുടെ ഫോണിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് അത് ത്രൂ അടയ്ക്കാൻ പറ്റും. പിന്നെ മന്ത്ലി നമ്മൾ എപ്പോഴാണോ അത് കൺസ്യൂമർ നമ്പർ ആഡ് ചെയ്യുന്നത് കറക്റ്റ് എല്ലാ മന്തും നമുക്ക് അത് റിമൈൻഡർ വരും. യൂട്ടിലിറ്റി ബില്ല് അടയ്ക്കേണ്ട പോകേണ്ട ആവശ്യം അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല, അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഒരു $300 അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എത്ര ബെഡ്റൂം അല്ലേ? 3 സെപ്പറേറ്റ് ബെഡ്റൂംസ് ഉണ്ട്. 3 സെപ്പറേറ്റ് ബെഡ്റൂം ഉള്ളതിന് $300 വരുന്നല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നത് കമ്പയറിംഗ് വിത്ത് നിങ്ങളിപ്പോ ടിബിലിസിയും അല്ലെങ്കിൽ ബത്തൂമിയായിട്ടൊക്കെ നോക്കുന്നത് ലിവിംഗ് കോസ്റ്റ് ഭയങ്കര കുറവാണ്. കാര്യം അവിടെ 1 BHK തന്നെ $250 ഒക്കെ നോർമലി വരുന്നുണ്ട്. സോ എന്താണ് അപ്പൊ ഒരു $100 നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് കോസ്റ്റ്, ബാക്കിയുള്ള എല്ലാം കൂടെ ചേർത്ത് $250-300 മന്ത്ലി മാനേജ് ആവുന്നുണ്ട്. എത്ര നിങ്ങളുടെ ട്യൂഷൻ ഫീസ് വരുന്നത് ഇവിടെ? ട്യൂഷൻ ഫീസ് വരുന്നത് നമ്മളിപ്പോ ജെല്ലാണ് ഞങ്ങൾ പേ ചെയ്യുന്നത്. അപ്പൊ ഏകദേശം ഒരു $4,000 വരുന്നുണ്ട്. ഇയർലി നമുക്ക് $4,000 വരുന്നുണ്ട്. സെം വൈസ് ആണ് നമ്മൾ പേ ചെയ്യുന്നത്. അതായത് നമുക്ക് സെമസ്റ്റർ വൈസ് $2,000 എന്ന രീതിയിലാണ് ട്യൂഷൻ ഫീസ് വരുന്നത്. സോ നോർമലി നാട്ടിൽ നിന്ന് എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ? വയ ഡൽഹിയാണോ വരാറുള്ളത് അതോ ഷാർജയാണോ? ഇപ്പം ഞങ്ങളിപ്പോ 2 വട്ടം ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങള് ഫസ്റ്റ് വട്ടം വന്നപ്പോൾ നമ്മൾ ട്രാൻസിറ്റ് വന്നത് ഷാർജയായിരുന്നു. പിന്നെ 2ാമത്തെ വട്ടം വന്നപ്പോൾ നമ്മൾ ഇൻഡിഗോ ചൂസ് ചെയ്ത്. അപ്പൊ ഇൻഡിഗോ ചൂസ് ചെയ്തപ്പോൾ നമ്മള് ഡൽഹി വന്നിരുന്നു. ഇൻഡിഗോ ഫെയർ സീസൺ അനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. പിന്നെ കമ്പാരിറ്റീവ്ലി എയർ അറേബ്യ ചൂസ് ചെയ്യുന്നതിനേക്കാളും ഇൻഡിഗോ കുറച്ചും കൂടെ ഫെയർ കുറവായിരുന്നു. പിന്നെ നോർമലി ടിബിലിസിൽ നിന്ന് എങ്ങനെയാണ് വരുന്നത്? ഇങ്ങോട്ട് ട്രെയിനാണ് എടുക്കുന്നത്, ബസ്സാണ്? നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, 2 ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ടിബിലിസി ടു കുത്തേസി ഏകദേശം ഒരു 3.5 hours വരുന്നുണ്ട് ട്രാവൽ. അപ്പൊ ഞങ്ങൾക്ക് ഐദർ ട്രെയിൻ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ബസ് ചൂസ് ചെയ്യാം. ട്രെയിൻ ആണെങ്കിൽ നമ്മൾ പ്രീ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റേഷനിൽ പോയിട്ടും ബുക്ക് ചെയ്യാം. ബസ് ആണെങ്കിൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ട. നമ്മളൊരു 20 ജെല്ല് നിയർലി ഒരു 600 റുപ്യൊക്കെ വന്ന് 3.5 hours സേഫ് ആണ്. അവൈലബിൾ ആണോ? അവൈലബിൾ ആണ്. അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളാണ്? സേഫ് ആണ് ഭയങ്കര. നമുക്ക് ഞാൻ ഒത്തിരി ട്രാവലൊക്കെ ചെയ്തിട്ടുണ്ട് ടിബിലിസി വരെ. പക്ഷെ അത്രയ്ക്കൊന്നും ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് സ്റ്റിൽ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ലാസ്റ്റ് ഒരു 6 years ഗ്രാജുവേറ്റ് ആകുമ്പോഴാണ് കഴിഞ്ഞ ഒരു 6 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലേ? ബിക്കോസ് കോവിഡ് പീരീഡിൽ അഡ്മിഷൻ എടുത്തു, ദെൻ വാർ ഫേസ് ചെയ്തു, അതിനുശേഷം വീണ്ടും എന്ത് ചെയ്തു, ട്രാൻസ്ഫർ എടുത്ത് ഇങ്ങോട്ട് വന്നു. ഇവിടെ ഇപ്പൊ 3 വർഷം കംപ്ലീറ്റ് ആവാൻ പോകുന്നു. എങ്ങനെയുണ്ട് ലാസ്റ്റ് ഒരു 6 years എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ആ ഒരു സ്റ്റേജ്. ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഭയങ്കര, കാരണം നമ്മള് ഒരു ഇനി ഒരു വാർ നമുക്ക് പറ്റത്തില്ല. അതൊക്കെ നമുക്ക് നോക്കണമായിരുന്നു. ഒരു പാൻഡമിക് വന്നതിന്റെ എങ്ങനെ ഫേസ് ചെയ്യണം, അതൊക്കെ നമുക്ക് ഭയങ്കര കൺസേൺസ് ആയിരുന്നു ഇങ്ങോട്ട് അഡ്മിഷൻ എടുക്കുന്ന ഒരു സമയത്ത്. അപ്പൊ ജോർജിയ ഭയങ്കര സേഫസ്റ്റ് സിറ്റിയാണ്, സേഫസ്റ്റ് കൺട്രി ആണ് നമുക്കറിയാം. അപ്പൊ അങ്ങനെ നമ്മള് ജോർജിയ ചൂസ് ചെയ്തതാണ്. പക്ഷെ
ആസ് ഓഫ് നൗ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. റിഗ്രറ്റ് ചെയ്യുന്നില്ല, ഒരു മൊമെന്റ് പോലും റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു ചാൻസ് വന്നിട്ടില്ല. Okay. സ്റ്റഡീസിന്റെ കാര്യത്തിലാണെങ്കിലും ഇവിടെ ഒരു സിറ്റി എങ്ങനെയാണ്, പിന്നെ അവിടുത്തെ പീപ്പിൾ എങ്ങനെയാണ്, അപ്പൊ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ എന്തായാലും സെക്കൻഡ് ഹോം പോലെയാണ് ജോർജിയ എന്ന് പറയുന്നത്. ഉറപ്പായിട്ട് മിസ് ചെയ്യും ഇവിടുന്ന് പോകുമ്പോൾ. Okay. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കോളേജ് ആണെങ്കിലും എല്ലാം ഭയങ്കര ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ മോളെ, താങ്ക് യു.